ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ കഥ എഴുതിയത് ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി എഴുതിയത്, അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റോറി എങ്ങനെയാണ് മേക്ക് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സോൾ. നിങ്ങളുടെ സ്റ്റോറി എഴുതിയിരിക്കുന്നത് എന്തായാലും നിങ്ങളുടെ സോൾ ആയിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങളുടെ സോളിനെല്ലാം അറിയായിരിക്കും എന്താണ് നിങ്ങളുടെ സ്റ്റോറി, പാസ്റ്റ് എല്ലാം നിങ്ങൾക്ക് അറിയായിരിക്കും. ജനനം മുതൽ മരണം വരെ നിങ്ങളുടെ സോളിനെ അറിയായിരിക്കും. ആ വഴിയായിരിക്കും നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വേവ് ലെങ്ത്, ആ ഒരു മെത്തേഡ് വഴിയായിരിക്കും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ സ്റ്റോറി എഴുതിയ ആ ഒരു വ്യക്തി അല്ലെങ്കിൽ ആ ഒരു സോളിന് നിങ്ങളുടെ എന്തൊക്കെ ആഗ്രഹങ്ങളാണുള്ളത്, അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത് ഉള്ള ഇമ്പ്രഷൻ എന്താണ് അവരുടെ ആഗ്രഹങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കാം. അവർക്ക് വേണ്ടി നിങ്ങൾക്ക് എന്താണ് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത്, പർപ്പസ് അറിയാൻ പറ്റത്തില്ല, ജസ്റ്റ് അവരുടെ ആഗ്രഹങ്ങൾ എന്താണ് ആ ഒരു സ്റ്റോറി എഴുതിയ ആ ഒരു മേ ബി അതൊരു ആണിൻ്റെ ഉള്ളിൽ കിടക്കുന്ന പെണ്ണായിരിക്കാം, പെണ്ണിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആണുമായിരിക്കാം. നമുക്കതറിയാൻ പറ്റാം. നിങ്ങൾക്ക് മാത്രം ഫീൽ ചെയ്യുന്ന സോൾ നിങ്ങളടുത്ത് സംസാരിക്കുന്നത് പല രീതിയിലായിരിക്കാം സംസാരിക്കുന്നത്. ഇൻറ്റ്യൂഷൻ വഴിയായിരിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ പല മുഖേനയായിരിക്കാം നിങ്ങളടുത്ത് സംസാരിക്കുന്നത്. ബാത്റൂമിൽ ഇരിക്കുമ്പോഴായിരിക്കാം സംസാരിക്കുന്നത്, കുളിക്കുമ്പോഴായിരിക്കാം സംസാരിക്കുന്നത്, വെള്ളം കാണുമ്പോഴായിരിക്കാം, പല രീതിക്കായിരിക്കാം സംസാരിക്കുന്നത്. അപ്പം നമുക്ക് നോക്കാം. അതിനോട് ഞാൻ ഇവിടെ 2 പൈൽ വെച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ഇൻറ്റ്യൂഷനോട് ചോദിച്ചതിന് ശേഷം 3 തവണ ശ്വാസം വിളിച്ച് വിട്ടതിന് ശേഷം നിങ്ങൾക്ക് പൈൽ സെലക്ട് ചെയ്യണം. ആദ്യമായിട്ട് ഇത് ഫസ്റ്റ് പൈൽ, ഇത് സെക്കൻഡ് പൈൽ. അപ്പം നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്ന ഫസ്റ്റ് പൈൽ, അതായത് 1ാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതായത് ഈ ഒരു പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ടും 1ാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് നമുക്ക് നോക്കാം. ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത വ്യക്തികളുടെ നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ്, കഴിവുകൾ എന്തൊക്കെയാണ്, ആ ഒരു നമുക്ക് നോക്കാം. നമുക്കത് അറിയാൻ പറ്റും എന്താണ് നിങ്ങളുടെ സോളിൻ്റെ, ആ ഒരു ആത്മാവിൻ്റെ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ ഫയലിൻ്റെ ആഗ്രഹങ്ങൾ, കഴിവുകൾ എന്തൊക്കെയാണ്, എന്താണ് നിങ്ങൾക്ക് ഈ സമയം ആവശ്യം, നിങ്ങളുടെ അടുത്ത് എന്തൊക്കെയാണ് അവർക്ക് പറയാനുള്ളത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫയൽ ചൂസ് ചെയ്ത ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഫയൽ ചൂസ് ചെയ്ത വ്യക്തികളുടെ കാർഡ് റീഡിംഗ് ആണത്. നമുക്ക് പൂർണ്ണമായും നമുക്ക് നോക്കാം. ഓക്കെ, ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ ഒരാഗ്രഹം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരാഗ്രഹം എന്താണെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി ഉള്ളൊരു വ്യക്തിയായിട്ടാണ് കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടുള്ളൊരു ക്രിയേറ്റിവിറ്റി, ഇൻറ്റ്യൂഷൻ ഭയങ്കരമായിട്ടുണ്ട്. ഓൾഡ് സോളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കുറേ അധികം ആൾക്കാർക്ക് ഓൾഡ് സോളായിട്ട് കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങൾക്ക് ഈ പറയുന്ന ഇൻറ്റ്യൂഷൻ മുഖേനയോ അല്ലെങ്കിൽ ഐ തിങ്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഈ പറയുന്ന ദൈവഗണത്തിൽപ്പെട്ട ആൾക്കാരായിരിക്കാം. ഒരു ഏഞ്ചൽ ഗാർഡിയൻ ഉള്ളൊരു വ്യക്തിയായിരിക്കാം, ഏഞ്ചൽ സ്വഭാവമുള്ളൊരു വ്യക്തിയായിരിക്കാം. അധികം പേർക്കും ഒരു സ്പിരിച്വൽ കണക്ഷൻ ഭയങ്കരമായിട്ടും ഉണ്ട്. സ്പിരിച്വൽ കണക്ഷൻ ഉള്ള വ്യക്തികളാണ്, വിധിയിൽ വിശ്വസിക്കുന്ന കുറച്ച് വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കയ്യിൽ ഉള്ള മന്ത്രവടി എന്താണോ അത് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഓരോരോ കാര്യങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഗൈഡൻസ് ഉണ്ട്. ഐ തിങ്ക് ഭയങ്കരമായിട്ടും നിങ്ങൾക്ക് പക്ഷിവർഗ്ഗങ്ങളോടൊരു ഇഷ്ടം കൂടുതലായിരിക്കാം. തത്തമ്മ, പരുന്ത് അങ്ങനെയൊക്കെയുള്ളൊരു പക്ഷിവർഗ്ഗങ്ങളോടൊരു ഇഷ്ടം കൂടുതലായിരിക്കാം. ഐ തിങ്ക് ഇവിടെ ഒരു പക്ഷിയുള്ളത് അതായിരിക്കാം എനിക്ക് തോന്നുന്നു. അതേപോലെ തന്നെ ഐ തിങ്ക് എന്താ പറയുക, വിധിയിൽ വിശ്വസിക്കുന്ന കുറച്ചധികം ആൾക്കാരായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തും നിങ്ങളുടെ ലൈഫിലോട്ട് വരും എന്നുള്ളത് 100% ഉറപ്പാണ്. മാനിഫെസ്റ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിലോട്ടും എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വന്നെത്തും. ദേഷ്യപ്പെട്ടാൽ ഭയങ്കരമായിട്ടുള്ള ദേഷ്യം, വിഷമിപ്പിച്ചാൽ ഭയങ്കരമായിട്ടുള്ള വിഷമം, അതായത് ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടായാൽ തന്നെ
അതും ആലോചിച്ചിരുന്ന് ചിന്തിച്ചിരിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കുറേ അധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിൻ്റെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന മന്ത്രവിടി തന്നെയാണ്. അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓരോരോ സാധനങ്ങൾ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ ക്രിയേറ്റർ നിങ്ങൾ തന്നെയാണെന്നുള്ള കാര്യം നിങ്ങൾ ഒന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കുക. അതിന് മേളൊരു ക്രിയേറ്റർ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ ക്രിയേറ്റർ നിങ്ങളാണ്. പക്ഷേ യൂണിവേഴ്സിൻ്റെ ക്രിയേറ്ററാണ് നമ്മളെല്ലാവരും ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കരുത് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് എനിക്ക് പറയാനുള്ളത്. മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളതല്ല ഇതിൻ്റെ അർത്ഥം. മറ്റുള്ളവർ എന്ത് വിചാരിക്കും, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, മറ്റുള്ളവർ എന്ത് പറയും എന്നൊക്കെ ഉദ്ദേശിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളെ ഒരിക്കലും നിങ്ങൾ താഴ്ത്തി കെട്ടാൻ പാടില്ല. കാരണം അൾട്ടിമേറ്റ് ബ്ലെസ്സിങ്സ് ഉള്ള കുറേ എനർജീസ് ഉണ്ട്. അവരുടെ ആഗ്രഹങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വന്നേക്കുന്നത്. അപ്പോൾ ആ ഒരു ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാണ്ട് റിട്ടേൺ കയറി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾക്കൊരു ഭയങ്കര മനസാക്ഷി കിട്ടത്തില്ല. അപ്പം റിട്ടേൺ പിന്നീട് തിരിച്ചിറങ്ങി വരേണ്ടി വരും. അപ്പം നിങ്ങൾ ചെയ്യാനുള്ളതെന്ന് പറയുമ്പോഴത്തേക്കും വരിക 100 വർഷം ആയുസ്സുണ്ട്. ഈ ഒരു ആയുസ്സിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആഗ്രഹം ചെയ്യാനുള്ള എല്ലാം ചെയ്യുക. കർമ്മ ഒഴിച്ച്, നെഗറ്റീവ് ഒഴിച്ച് പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് തിരിച്ച് കിട്ടാത്ത, നെഗറ്റീവ് ആണെങ്കിൽ തിരിച്ചു കിട്ടും, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കയറി പോവുക. എല്ലാവരെയും സഹായിക്കുക. സഹായിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഉണ്ടെങ്കിൽ സഹായിച്ചാൽ മതി, ഇല്ലെങ്കിൽ സഹായിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കണ്ണുകൊണ്ട് കഥ പറയാൻ പറ്റുക, കണ്ണുകൊണ്ട് അൾട്ടിമേറ്റ് എനർജി ഉള്ളത്. കയ്യിനൊരു ഭയങ്കര ബ്ലെസ്സിങ്സ് ഉണ്ട് നിങ്ങളുടെ. ഐ തിങ്ക് നിങ്ങൾ ഷേക്ക് ഹാൻഡ് കൊടുക്കുമ്പം മറ്റുള്ളവർ ഹീലാവുന്നൊരു പ്രകൃതക്കാരായിരിക്കാം. ഭയങ്കരമായിട്ടും ദൈവഗണത്തിൽപ്പെട്ട ആൾക്കാരാണെന്നുള്ളത് 100% ഉറപ്പാണ്. ലേഡീസിൻ്റെ എനർജിയാണ് കുറേ അധികം ആൾക്കാരെ കാണാൻ പറ്റുന്നത്. ഭയങ്കരമായിട്ടും ബ്യൂട്ടി ലേഡി സോൾ, ഭയങ്കരമായിട്ടും ബ്യൂട്ടി ലേഡി ആയിട്ടുള്ള സോളാണ് കാണാൻ പറ്റുന്നത്. ഒരു സോൾ എനർജി, ഫെമിനിൻ എനർജി ഭയങ്കരമായിട്ടും കൂടി നിൽക്കുന്ന ഒരാളായിട്ട് കാണാൻ പറ്റും. ഫെമിനിൻ എനർജി എന്ന് പറഞ്ഞാൽ പക്ക ഫെമിനിൻ എനർജി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ അലങ്കരിക്കണം. നല്ല ഡ്രസ്സ് മേടിച്ചിടണം. മാല, പെണ്ണുങ്ങളാണെന്നുണ്ടെങ്കിൽ മാല, വള ഇതൊക്കെ മേടിച്ചിടുന്നത് നിങ്ങളുടെ സോളിൽ നിങ്ങളുടെ അടുത്ത് കൂടുതൽ അട്രാക്റ്റഡ് ആവാൻ ചാൻസ് ഉണ്ടാവും. ആഭരണങ്ങൾ നിങ്ങൾക്ക് കൂടുതലും ഇഷ്ടമുള്ള സോളാണ്. ആഭരണങ്ങൾ ഇഷ്ടമുള്ള സോൾ ആയതുകൊണ്ട് തന്നെ അവർക്ക് ആഭരണങ്ങൾ മേടിച്ച് കൊടുക്കുക തന്നെ വേണം. ഓക്കെ, അപ്പം അവരുടെ താല്പര്യത്തിനനുസരിച്ച് അവർക്ക് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മേടിച്ച് കൊടുക്കുക. ആഭരണങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ അത് മേടിച്ച് കൊടുക്കുക, മേടിച്ചിടുക, ചെറുതാണെങ്കിലും. ഓക്കെ, മെയിൻലി നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിനെ ഭയങ്കരമായിട്ടും ട്രസ്റ്റ് ചെയ്യുക. സോളിനെ മാത്രം ട്രസ്റ്റ് ചെയ്യുക. സോളിനെ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സോൾ വാരിക്കോരി എല്ലാം തരും. നിങ്ങൾ വിചാരിക്കുന്നതിന് മേളിൽ സോളിന് പവർ ഉള്ളത് കൊണ്ട് സോൾ നിങ്ങൾക്ക് വാരിക്കോരി എല്ലാം നിങ്ങൾക്ക് തരാനുള്ള ഒരു ലൂപ്പ് നിങ്ങളുടെ ഇത് ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷെ ഐ തിങ്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്താണ് നിങ്ങളുടെ സോളിൻ്റെ പവർ, നിങ്ങൾ ആരാണ്, നിങ്ങൾ എന്താണ്. സോളിൻ്റെ പവർ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കറണ്ടങ്ങ് പോയി. അപ്പം അത്രയും സോളിൻ്റെ പവറുള്ള ആൾക്കാരായിരിക്കും മേ ബി. ഓക്കെ, അപ്പം ഐ തിങ്ക് ഭയങ്കരമായിട്ടും വിഷമിച്ച് നിൽക്കുന്ന ചില ആൾക്കാരുടെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് ഈ പറയുന്ന ആത്മാക്കളുമായിട്ടുള്ള കണക്ഷൻ ഉണ്ടാവും, ഈ പറയുന്ന സിറ്റുവേഷനിലുണ്ടാവും. നിങ്ങൾ എന്തൊക്കെയോ കാര്യങ്ങൾ വിഷമിച്ച് നിൽക്കുവാണ്. എന്താണെന്ന് നിങ്ങൾ റിയലൈസ് ചെയ്യുക. എന്താണ് നിങ്ങളുടെ പ്രശ്നം റിയലൈസ് ചെയ്തിട്ട് അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ നോക്കി. ഇങ്ങനെ വിഷമിച്ചിരുന്നിട്ട് ഒരു കാര്യവും ഇല്ല എന്നുള്ളതാണ് എനിക്ക് നിങ്ങളടുത്ത് പറയാനുള്ളത്. എന്താണ് നിങ്ങളുടെ പ്രശ്നം? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? അങ്ങനെ വിഷമിച്ചിരിക്കാൻ പാടില്ല. നിങ്ങൾ ട്രസ്റ്റ് ചെയ്യൂ, നിങ്ങളെ തന്നെ ട്രസ്റ്റ് ചെയ്യൂ, എന്നിട്ട് മുന്നോട്ട് കുതിക്കൂ. അതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ നല്ല സമയം, നല്ല ലൈഫ് നിങ്ങൾ വേസ്റ്റ് ചെയ്തിട്ട് വിഷമിച്ചിരിക്കരുത്. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ഡൂ ചെയ്യൂ. നിങ്ങളുടെ ഭയങ്കര വിഷമത്തിൽ ഇരിക്കരുത് പ്ലീസ്. അങ്ങനെ വിഷമത്തിരിക്കാൻ പാടില്ല. എന്ത് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ ഇറങ്ങി പോകണം. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. മെയിൻലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കായി വരുന്നില്ല. ഓക്കെ, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സോളിൻ്റെ ഒരു മനുഷ്യൻ്റെ ചുറ്റും മേളിലെ സോള്, താഴെ സോള്, ഇതെങ്ങനെയാണ് സോളായിട്ടല്ല, ഒരു എനർജി ആയിട്ടാണ്. ഉള്ളിലാണ് ആത്മാവ് കിടക്കണമെങ്കിൽ എനർജി ആയിട്ട് ഫുൾ എനർജീസ് ഉണ്ടാവും. നിങ്ങളെ സംരക്ഷിക്കാനും നിങ്ങളെ നോക്കാനൊക്കെ വേണ്ടി ഇഷ്ടംപോലെ ആത്മാക്കളും കാര്യങ്ങളും ഒക്കെ ഈ ലോകത്തുണ്ട്. ഓക്കെ, സ്പിരിച്വൽ ഗൈഡൻസ് ഉണ്ട്, സ്പിരിച്വൽ ആൻസിസ്റ്റേഴ്സ് ഉണ്ട്, അതേ കണക്ക് തന്നെ ഏഞ്ചൽസ് ഉണ്ട്, എല്ലാം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ഗൈഡൻസ് അങ്ങനെ തരാനൊക്കെ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമുക്കൊരു വിഷമം ഉണ്ടാവുന്നെന്നുണ്ടെങ്കിൽ ആ വിഷമം
നമുക്ക് മാറ്റി തരാനുമുള്ള സൊല്യൂഷൻ നമ്മളെ കയ്യിൽ തന്നെ ഉണ്ടാവും. ഓക്കെ, നമ്മുടെ കയ്യിൽ തന്നെ, അല്ലെങ്കിൽ നമ്മുടെ സോളിൻ്റെ കയ്യിൽ അത് ഉണ്ടാവും. നിങ്ങൾ പ്യുവർലി നിങ്ങൾ ട്രസ്റ്റ് ചെയ്യണം. നിങ്ങളുടെ സോളിനെ നിങ്ങൾ ട്രസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിനുള്ള വരം അല്ലെങ്കിൽ അതിനുള്ളൊരു ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നിങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക ഗൈഡൻസ്. നിങ്ങളൊരു ലൂപ്പ് അല്ലെങ്കിൽ നിങ്ങളൊരു ലോക്കിലാണ്. ആ ലോക്കൊന്നും പൊട്ടിച്ചാർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഭയങ്കരമായിട്ടും പ്യുവർലി സെറ്റായിട്ടുള്ള വ്യക്തികളാണ്. ഇപ്പം ഞാൻ പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എന്ത് ആഗ്രഹമാണോ ഉള്ളത്, നിങ്ങൾക്ക് എന്ത് പാഷനാണോ ഉള്ളത്, നിങ്ങളുടെ സിറ്റുവേഷൻസ് എന്താണോ, ഐ തിങ്ക് ഞാനിവിടെ കാണാൻ പറ്റുമെങ്കിൽ കുറച്ച് ടാറോട്ട് കാർഡ് റീഡേഴ്സിനെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആത്മാവായിട്ട് കണക്ഷനുള്ള ഹീലേഴ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഹീലിംഗ് ചെയ്യുന്ന ആൾക്കാരെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഹീലർമാരെ എനിക്കിവിടെ ഫുൾ കാണാൻ പറ്റുന്നൊരു സിറ്റുവേഷനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളിലേക്ക് തിരിയൂ. നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലായ വ്യക്തികളാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളിലേക്ക് തിരിഞ്ഞ് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ചെയ്യൂ എന്നുള്ളതാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഹീലിംഗ് ആയിട്ടുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ടാറോട്ട് കാർഡ് റീഡിങ് അറിയാൻ അല്ലെങ്കിൽ പഠിക്കണം എന്ന ആഗ്രഹമുള്ള വ്യക്തികളാണെന്നുണ്ടെങ്കിൽ പഠിച്ച് അതിലോട്ട് ഇറങ്ങി ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങും. കാരണം ഇതിപ്പം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ തെറ്റോ ശരിയോ എന്നുള്ളതല്ല ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് പറയുമ്പോഴത്തേക്കും. ഒരു പടുകുഴിയിൽ വീണ് നിൽക്കുന്നൊരു വ്യക്തി നിങ്ങളുടെ വാക്ക് കേട്ട് നിങ്ങളുടെ ഒരു എനർജി മൂലം അവരുടെ കയ്യിലോട്ട് എത്തി ഡിപ്രഷനിൽ നിൽക്കുന്ന വ്യക്തി നിങ്ങൾ കാരണം ഒരു പുതുജീവൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ബ്ലെസ്സിങ്സ് കിട്ടും. കുറേയധികം ആൾക്കാരെ ഹീലർമാർ നിങ്ങൾ പുതിയ സോഷ്യൽ മീഡിയസിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരോടൊന്നുള്ള ഇറങ്ങൂ. എന്തിനാണ് നോക്കി നിൽക്കുന്നത്? ചെയ്യൂ, എന്തിനാണ് നോക്കി നിൽക്കുന്നത്? ചെയ്യാൻ 10 വർഷം കഴിഞ്ഞിട്ട് ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. അന്ന് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പോൾ ചെയ്തിട്ട് അങ്ങനെയല്ല, ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞാൽ കറണ്ട് സിറ്റുവേഷനായിട്ട് പ്രവർത്തിക്കുക. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അത് പിന്നീട് മാറ്റി വയ്ക്കാണ്ട് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി മാക്സിമം നോക്കുക. ഓക്കെ, ഹീലിംഗ് ആയാലും എന്തായാലും ഇറങ്ങി ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് ആവശ്യം അതിലോട്ട് ഇറങ്ങി തന്നെ ചെയ്യാൻ വേണ്ടി നോക്കുക. ബിസിനസ് ആണെങ്കിലും എന്താണെങ്കിലും ഫിനാൻഷ്യൽ പരമായിട്ടുള്ള എന്ത് കാര്യത്തിലാണെങ്കിലും പണ്ടത്തേക്കല്ല പിന്നീട് മാറ്റി വയ്ക്കില്ല, ഇപ്പോൾ ചെയ്യുക. ഐ തിങ്ക് കാർമിക് സിറ്റുവേഷനിലുള്ള കുറച്ചധികം ആൾക്കാർ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. കർമ്മ റിലേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ പെട്ട് നിൽക്കുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾ ഇറങ്ങും. സീനൊന്നുമില്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളുടെ നീഡ്സ് എന്താണോ അത് മാത്രം മനസ്സിലാക്കി അതിന് വേണ്ടി മാത്രം പ്രയോറിറ്റി കൊടുത്ത് മനസ്സിലാക്കി ജീവിക്കാൻ നോക്കുക. മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ നിന്നും ഇടപെട്ട് അവരുടെ പ്രശ്നത്തിലാക്കി സിറ്റുവേഷനിൽ ഡൗൺ ആക്കാണ്ട് നിങ്ങളുടെ ടേക്ക് കെയർ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ എന്താണോ, നിങ്ങളുടെ നീഡ്സ് എന്താണോ, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ അതിന് മാത്രം കെയർ ചെയ്യുക, അതിലോട്ട് മാത്രം പോവുക എന്നാണ് നിങ്ങളുടെ സോൾ നിങ്ങളടുത്ത് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളുടെ സോൾ പറയുന്നത് ടേക്ക് കെയർ ഓഫ് യുവർ നീഡ്സ്, നിങ്ങളുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി പോവുക. അവർക്ക് സോളിന് നല്ല വിഷമമുണ്ട്, നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്നൊന്നും മനസ്സിലാവാത്തതിൻ്റെ ഒരു വിഷമം നിങ്ങളുടെ സോളിനുണ്ട്. ഓക്കെ, നിങ്ങളുടെ സോളുമായിട്ട് കൂടുതൽ അട്രാക്റ്റഡ് ആവൂ, സോളിനെ കണക്റ്റ് ചെയ്യൂ. നിങ്ങളുടെ സോളുമായിട്ട് അടുക്കുന്ന സമയത്ത് സോളായിരിക്കും പ്രവർത്തിക്കുന്നത്, നിങ്ങൾ പ്രവർത്തിക്കില്ല. നിങ്ങൾ പ്രവർത്തിക്കുന്ന സമയം യാന്ത്രികമായിരിക്കും. സോൾ പ്രവർത്തിക്കുന്ന സമയം എന്ന് പറയുമ്പോഴത്തേക്കും ഫുൾ മാജിക് ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? അടുത്തതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചുറ്റും ആങ്സിസ്റ്റേഴ്സ് ഉണ്ട്, മരണപ്പെട്ട ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ടുണ്ട്, നിങ്ങൾക്കത് പ്രസൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. വിധിപ്രകാരം കുറേ അധികം സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്ന സിറ്റുവേഷനായിട്ടും കാണാൻ പറ്റും. വിധിപ്രകാരമാണ് എല്ലാം നടക്കുന്നത്. നിങ്ങളുടെ വോയിസ്, നിങ്ങളുടെ സോളിൻ്റെ വോയിസ് കേൾക്കൂ, സോളിൻ്റെ ഇന്നർ വോയിസ് കേൾക്കൂ എന്നാണ് നിങ്ങളുടെ സോൾ ഇപ്പോഴും പറയുന്നത്. കാരണം പ്യൂർ സോളാണ്. ഓൾഡ് സോളാണെങ്കിലും പുതിയ സോളാണെങ്കിലും എത്ര വലിയ സോളാണെങ്കിലും ഇറ്റ്സ് എ സൂപ്പർമാൻ, സൂപ്പർ പവറുള്ള സാധനമാണ് ഉള്ളിൽ കിടക്കുന്നത്. അൾട്ടിമേറ്റ് സൂപ്പർ പവർ, ഒരു ഏലിയൻസിൻ്റെ ഒരു പിരമിഡ് അങ്ങനെയൊക്കെയുള്ള സൂപ്പർ പവറുള്ള സാധനങ്ങൾ കിടപ്പുണ്ട്. അപ്പം ട്രസ്റ്റ് ചെയ്യുക നിങ്ങളുടെ സോളിനെ. അത് ചിലപ്പം ജർമ്മനിയിലുള്ള ആളാണെന്നുണ്ടെങ്കിൽ മലയാളിയുടെ സോളായിരിക്കും കിടക്കുന്നത്, മലയാളിയുടെ സോളാണെന്നുണ്ടെങ്കിൽ ജർമ്മനിയിലുള്ള ആളായിരിക്കും കിടക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ മാറ്റിയും തിരിച്ചൊക്കെ വരാം. അപ്പോൾ അതൊന്നും അതിനെക്കുറിച്ചൊന്നും എനിക്ക് അറിഞ്ഞൂടാത്ത കാര്യം പറഞ്ഞുകൂടാത്തതുകൊണ്ടും ഞാനത് പറയുന്നില്ല. അതായത് നിങ്ങളുടെ സോളിനെ നിങ്ങൾ ഫോളോ ചെയ്യണം. ഓക്കെ, കർമ്മയൊന്നും അങ്ങനെ കിട്ടത്തൊന്നുമില്ല. അങ്ങനെ തെറ്റ് ചെയ്യുന്നവർക്കേ പ്രശ്നമുള്ളൂ, നന്മ ചെയ്യുന്നവർക്ക് പ്രശ്നമില്ല. ഓക്കെ, നമുക്ക് ഇത് മെയിൻ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രം ഉപയോഗിക്കാം. പറ്റിക്കാണ്ടിരുന്ന ആരെയും പറ്റിച്ചൊന്നും ചെയ്യാണ്ടിരുന്ന തന്ത്രങ്ങൾ ഉപയോഗിച്ച് എന്തും നമുക്ക് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പം ഇതിൻ്റെ അകത്ത് പറയുന്നൊരു സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു സമയം ഒരു ഹീലിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അത് ചെയ്യുക. ഹീലിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഐ തിങ്ക് നിങ്ങൾക്ക് എന്താണ് വേണ്ടത് നിങ്ങൾക്ക് അറിയത്തില്ല, എന്തിലോട്ട് കടക്കണമെന്ന് നിങ്ങൾ ആകെ ഒരു ഡൗൺ സിറ്റുവേഷനാണ്, വിഷമത്തിൻ്റെ ഒരു സിറ്റുവേഷനിലാണ് നിൽക്കുന്നത്, ഒരു വിഷമാവസ്ഥയിലാണ് നിൽക്കുന്നത്. പക്ഷേ നിങ്ങളുടെ പൈലെടുക്കുമ്പോഴത്തേക്കും പൈല് ചിരിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. ഇത് നിങ്ങളുടെ മെഡിസിൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സോളാണ്, നിങ്ങളുടെ ഗാർഡിയനാണ്. ഓക്കെ, ഐ തിങ്ക്
നിങ്ങൾക്ക് എന്തൊക്കെയോ ബ്ലെസ്സിങ്സ് വരാനുണ്ട്. ആ ബ്ലെസ്സിങ്സ് നിങ്ങളുടെ ലൈഫിലോട്ട് വരിക തന്നെ ചെയ്യും. വരാനുള്ള ബ്ലെസ്സിങ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലൈഫിലോട്ട് വരിക തന്നെ ചെയ്യും. നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും പേടിക്കുകയോ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അതൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് തന്നെ വരും. പിന്നെ വിഷമിച്ചിരിക്കരുത് എന്നാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. എപ്പോഴും ഇങ്ങനെ ഡൗൺ ആയിട്ട് വിഷമിച്ച് ഇരിക്കരുത്. നിങ്ങളൊരു ലേഡി ആണെങ്കിലും ബോയ് ആണെങ്കിലും ഈ സിറ്റുവേഷനൊക്കെ കടന്നു പോകും. ഓക്കെ, അതൊന്നും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ മാറും. നിങ്ങളുടെ സോൾ നിങ്ങളുടെ അടുത്ത് ഏറ്റവും കൂടുതൽ പറയുന്നത് നിങ്ങൾ ഡൗൺ ആവരുത്, നിങ്ങൾ വിഷമിക്കരുത്. നിങ്ങൾക്കൊരു ഓപ്പർച്യൂണിറ്റി തരുമെന്നാണ് പറയുന്നത്. എത്ര ഡൗൺ ആയാലും നിങ്ങൾ ചിന്തിച്ചിട്ട് തീരുമാനങ്ങൾ എടുത്താൽ മതി. ഓക്കെ, ഡൗൺ ആക്കാൻ വേണ്ടിയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഡൗൺ ആക്കാനും കുറ്റം പറയാനും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും സിറ്റുവേഷൻ ഡൗൺ ആക്കാനും എല്ലാത്തിനും വരും. പക്ഷേ നിങ്ങൾ സഹായിക്കാൻ വേണ്ടി വരുന്ന ഒരു ചുരുക്കമായിരിക്കും. സോൾ മാത്രമേ കാണുള്ളൂ. അല്ലെങ്കിൽ സോളിൻ്റെ ഒരു കണക്ഷൻ വെച്ചിട്ടായിരിക്കും എല്ലാവരും വരുന്നത്. അത് നിങ്ങൾ മനസ്സിലാക്കുക. സോൾ കണക്ഷൻ വെച്ചിട്ടായിരിക്കും ആൾക്കാർ നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നത്. നിങ്ങളുടെ എനർജി കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങളെ സഹായിക്കുന്നതേ നിങ്ങളുടെ സോളായിരിക്കും. അല്ലാണ്ട് വേറെ ആരും സഹായിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതല്ലെങ്കിൽ അതങ്ങനെയാണ്. ഓക്കെ, അപ്പം നിങ്ങളെ സഹായിക്കാൻ നിങ്ങൾ മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ ഇന്നർ വോയിസ് ഒക്കെ കേട്ട് നിങ്ങളിലോട്ട് മാക്സിമം ഇതാവുക, വിഷമിക്കാണ്ടിരിക്കുക. എല്ലാം നിങ്ങളുടെ ലൈഫിലോട്ട് വരും. ഓക്കെ, കൂളായിട്ടിരിക്കുക. ഓക്കെ ഓക്കെ അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഇതിന് പുറമെ ആർക്കെങ്കിലും പേഴ്സണലായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, അടുത്ത സെക്കൻഡ് പൈൽ, രണ്ടാമത്തെ പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിങ്ങാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നോക്കാൻ പോകുന്നത്. അതായത് രണ്ടാമത്തെ പൈൽ, അതായത് ഈ ഒരു പൈൽ സെലക്ട് ചെയ്ത് നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹങ്ങൾ. സെക്കൻഡ് പൈൽ ചൂസ് ചെയ്ത നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹങ്ങൾ എന്തെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സെക്കൻഡ് പൈൽ. ഓക്കെ, ഐ തിങ്ക് എനിക്ക് തോന്നുന്നു നിങ്ങളൊരു സയൻസ് ഇഷ്ടപ്പെടുന്ന, സ്പിരിച്വാലിറ്റി ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു മദർ എനർജിയൊക്കെ ഭയങ്കരമായിട്ടും തെളിഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ സോളിൻ്റെ ഒരു മെയിൻ പവർ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പാസ്റ്റിൽ നിന്ന് കടന്നു വന്നൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു വിധിയെ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഒരു ദൈവഗണമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങൾക്ക് മുന്നേ സോളിന് സഞ്ചരിക്കാൻ പറ്റുന്നൊരു കഴിവുള്ള കുറേയധികം വ്യക്തികൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു മാജിക് പവർ, ഒരു മെജീഷ്യൻ പവറുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എന്തും ആഗ്രഹിക്കുന്ന എന്തും കൈക്കുമ്പിളിലേക്ക് കൊണ്ടുവരാൻ പ്രാപ്തിയുള്ളൊരു സോളാണ്. അൾട്ടിമേറ്റ് ഫാൻറ്റസി വേൾഡിൽ മാത്രം ജീവിക്കുന്ന ഒരു വ്യക്തി. ഫാൻറ്റസിയിലോട്ട് മാത്രം ഇവർക്ക് ഒരു സെക്ഷൽ അട്രാക്ഷൻ, പ്രാണിക് എനർജി, അതേപോലെ തന്നെ ഭയങ്കരമായിട്ടും ആൾക്കാരെ കയ്യിലോട്ട് അട്രാക്റ്റ് ചെയ്യാനുള്ള ഇൻറ്റ്യൂഷൻ, കാര്യങ്ങൾ മുന്നേ അറിയാനുള്ളൊരു ഗതി, ഇതൊക്കെ അറിയാമെന്നുള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. സയൻസ് വിശ്വാസികളായിരിക്കാം കൂടുതലധികം പേരും സയൻസിനെ ട്രസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സയൻസ് പരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം കൂടുതലും ഇറങ്ങി നിൽക്കുന്നത്. പക്ഷേ അൾട്ടിമേറ്റ് ഒരു ഏഞ്ചൽ ലേഡീനെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഒരു ഏഞ്ചലായിരിക്കാം നിങ്ങൾ ഭയങ്കരമായിട്ട്. നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഒരു സമയം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആയിരിക്കത്തില്ല മേ ബി നിങ്ങളുടെ ഒരു കറക്റ്റ് പാത്ത്. മേ ബി ആയിരിക്കാം, കുറേ പേർക്ക് അങ്ങനത്തെ ചിന്താഗതിയാണ്. ഒരു അൾട്ടിമേറ്റ് ഏഞ്ചൽ ലേഡി ആയിട്ടാണ് എനിക്കിവിടെ കാണാൻ പറ്റുന്നത്. നിങ്ങൾ ഭയങ്കരമായിട്ടും ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യാത്ത വ്യക്തികളാണെന്നുണ്ടെങ്കിൽ ഓർണമെൻറ്റ്സ് യൂസ് ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. നിങ്ങളെ കൂടുതലും ആസ്വദിക്കണം, നിങ്ങളെ കൂടുതലും ഡെക്കറേറ്റ് ചെയ്യണമെന്ന് നിങ്ങളുടെ സോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഷിഫ്റ്റ് യുവർ പ്രിപ്പറേഷൻ, നിങ്ങളുടെ പ്രിപ്പറേഷനിലോട്ട് നിങ്ങളെ ഷിഫ്റ്റ് ചെയ്യുക, അതായത് നിങ്ങളുടെ സോളിനെ നിങ്ങളാക്കി മാറ്റുക. നിങ്ങളിലോട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ഓർണമെൻറ്റ്സ് ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പെണ്ണുങ്ങൾ കാണുന്നുണ്ടെങ്കിൽ കുറേ ഓർണമെൻറ്റ്സ് മേടിച്ചിടുക. അവരുടെ സോളിനത് ആഗ്രഹമുണ്ട്, ഓർണമെൻറ്റ്സിനോട് ആഗ്രഹമുണ്ട്. നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക, അല്ലെങ്കിൽ നന്നായിട്ട് വൃത്തിയായിട്ട് നിൽക്കുക. വൃത്തി, ഡ്രസ്സ്, ഓർണമെൻറ്റ്സ് ഒക്കെ ഭയങ്കരമായിട്ടും ഇഷ്ടപ്പെടുന്നൊരു സോളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. മദർ എനർജിയാണ് കൂടുതലും കാണാൻ പറ്റുന്നത്. മദർ എനർജി എന്ന് പറയുമ്പോഴത്തേക്കും യൂണിവേഴ്സ് എനർജി, പാസ്റ്റിൽ നിന്നുള്ള കണക്ഷൻ, യൂണിവേഴ്സിലൂടെ അട്രാക്ഷൻ ഉള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് നിങ്ങളിൽ നിന്നും ഒരു കുഞ്ഞ് ഈ ഒരു ഭൂമിയിൽ ജനിക്കണം എന്നുള്ളത് ആ ഒരു കൊച്ചിനെ കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഭാഗ്യം ഉണ്ടാവുന്നത്. ഐ തിങ്ക് കുറേ അധികം ആൾക്കാർക്ക്
അതിനായിരിക്കണം നിങ്ങൾ ഈ ഭൂമിയിലോട്ട് ജനിച്ചത്. കുറേ അധികം ആൾക്കാർക്ക് അങ്ങനെയായിട്ടാണ് കാണാൻ പറ്റുന്നത്. അപ്പം 2, 3, 4 ജന്മം കഴിഞ്ഞ് വന്ന വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പാസ്റ്റ് എന്നുള്ള വ്യക്തികളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ആയുധം നിങ്ങളുടെ സോള് തന്നെയാണ്. അത് നിങ്ങളുടെ മന്ത്രം അല്ലെങ്കിൽ നിങ്ങളുടെ പാഷൻ ആയിരിക്കാം, നിങ്ങളുടെ പർപ്പസ് ആയിരിക്കാം. നിങ്ങൾക്ക് എന്തോ ഒരു മന്ത്രം അവിടെ നിങ്ങളുടെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എന്തോ ഒരു സംഭവം നിങ്ങളുടെ കയ്യിലുണ്ട്. ഐ തിങ്ക് നിങ്ങളുടെ എനർജി ഭയങ്കരമായിട്ട് നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ കണ്ണിനൊരു പ്രത്യേകത ഉള്ളൊരു വ്യക്തിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഐ തിങ്ക് കുറേ അധികം വ്യക്തിയുടെ സിറ്റുവേഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളുടെ കൈക്കൊരു എനർജി ഉണ്ടായിരിക്കാം. അതായത് കൈക്കൊരു പോസിറ്റീവ് എനർജി ഉണ്ടായിരിക്കും. നിങ്ങൾ കാണുന്നത് ആൾക്കാർക്ക് ഒരു പോസിറ്റീവ് എനർജി ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. കാരണം നിങ്ങൾ ആർക്കെങ്കിലും ഷേക്ക് ഹാൻഡ് കൊടുക്കുന്ന സമയത്ത് ഓൾറെഡി ആ വ്യക്തി ഹീലാവും എന്നുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കുറേ അധികം ആൾക്കാർക്ക്. ഭയങ്കരമായിട്ടും ഉള്ളൊരു ഓൾഡ് സോളാണ്. കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ളൊരു സോളാണ്. പഞ്ചഭൂതങ്ങളാൽ അല്ലെങ്കിൽ പണ്ട് എന്തൊക്കെയോ താന്ത്രിക വിദ്യകൾ, അല്ലെങ്കിൽ പണ്ടത്തെ സ്പിരിച്വാലിറ്റി പരമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പണ്ടത്തെ വിധിപ്രകാരം പോയ എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാമെന്നുള്ളൊരു സോളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. ഈ പറയുന്ന എന്താ പറയുക, ഇപ്പോഴും നിങ്ങൾക്കറിയാം സോൾ പരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ സ്പിരിച്വൽ പരമായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഇത്രയും മുന്നോട്ട് നിൽക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിലോട്ടുള്ളൊരു ആസക്തി കൂടുന്നു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോള് തന്നെയായിരിക്കണം അതിനൊരു കാരണക്കാരനായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. നിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആൾക്കാരെ ഹീൽ ചെയ്യാനും പറ്റും, നിങ്ങൾക്ക് ഓൾറെഡി ഹീൽ ആവാനും പറ്റും എന്നുള്ള വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറേ അധികം ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, നിങ്ങളത് ലിസൺ ചെയ്യുന്നില്ല, നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ല. പിന്നെ നിങ്ങൾക്കൊരു നല്ല സമയം വരുന്നത് നിങ്ങളുടെ ജേണി അനുസരിച്ചായിരിക്കും നിങ്ങളുടെ നല്ല ലൈഫ് വരുന്നത് നിങ്ങൾക്ക്. അതായത് നിങ്ങൾ പോകുന്ന വഴി അനുസരിച്ചായിരിക്കും, നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്ന വഴി അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ജേണി, അതായത് നിങ്ങൾ പോകുന്ന വഴി അനുസരിച്ചാണ് നിങ്ങളുടെ ഡ്രീംസ് നിങ്ങൾക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ നിങ്ങളായിരിക്കണം നിങ്ങളുടെ വഴി കണ്ടെത്തേണ്ടത്. ഈ ഒരു സോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജീവജാലങ്ങൾക്കും പ്രകൃതിക്കും അതേപോലെ തന്നെ ഏറ്റവും ജെനുവിൻ ആയിട്ടുള്ള ഇന്നസെൻ്റ് ആയിട്ടുള്ള ഒരു സോൾ ആയതുകൊണ്ട് തന്നെ എല്ലാവരും കൂടുതൽ അട്രാക്റ്റഡ് ആവാനും ചാൻസ് ഉണ്ട്. നിങ്ങളുടെ ലൈഫിലോട്ട് കൂടുതലും ആൾക്കാർ അട്രാക്റ്റഡ് ആവും. കാരണം യു ആർ ജെനുവിൻ പേഴ്സൺ, ജെനുവിൻ സോളാണ്. സോളിന് ഭയങ്കരമായിട്ട് ഇതിൻ്റെ നെഗറ്റിവിറ്റി ഇല്ല. നിങ്ങളുടെ സോളിന് ബാക്കിയുള്ളവരുടെ മാനിപ്പുലേഷനിൽ വീണ് പോയാലും നിങ്ങൾക്കൊരു നെഗറ്റിവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ, നിങ്ങളുടെ സോളിന് ഒരു നെഗറ്റിവിറ്റി ഇല്ലാത്തത് കൊണ്ട് തന്നെ നിങ്ങളും ഭയങ്കരമായിട്ടും ഉദിച്ച് നിൽക്കുന്ന, തേജസ്സോടെ നിൽക്കുന്ന ഒരു സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. കറക്റ്റ് ടൈം ആവുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ ലൈഫിലോട്ട് എല്ലാം നിങ്ങൾക്ക് വന്നു ചേരുന്നൊരു സമയമായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ രീതിക്കുള്ള ഇപ്പം ഐ തിങ്ക് എനിക്ക് തോന്നുന്നു ഒരു ഫാൻറ്റസി വേൾഡിൽ ജീവിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ, അല്ലെങ്കിൽ ഒരു സ്പിരിച്വൽ വേൾഡിൽ ജീവിക്കുന്ന ഒരു ആളായതുകൊണ്ട് തന്നെ ടൈമിനൊരു പ്രത്യേക ഒരു വാല്യൂ നിങ്ങളുടെ ലൈഫിലോട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് ടൈം ആകുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ ലൈഫിലോട്ട് ഓരോരോ കാര്യങ്ങൾ വരുന്നതായിട്ടും കാണാൻ പറ്റുന്നുണ്ട് കുറേയധികം ആൾക്കാർക്ക്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഈ സിറ്റുവേഷൻസ് ഡാർക്കാണ് എന്നുണ്ടെങ്കിൽ അത് വിധിപ്രകാരം വരുന്ന പ്രശ്നങ്ങളാണ്. കുറേ അധികം സിറ്റുവേഷൻസ് ഡാർക്കായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് വിധിപ്രകാരം നിങ്ങളുടെ ലൈഫിലോട്ട് വരുന്നതാണ്. അത് നിങ്ങളെ ഹീലാക്കാനും പാസ്റ്റിൽ നിന്നുള്ള കാർമിക്ക് മാറ്റാനും അതേപോലെ തന്നെ നെഗറ്റിവിറ്റീസ് മാറ്റി പുതിയതിലോട്ട് വരാനും നിങ്ങളുടെ കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ഏജ് കൂട്ടാനും ഉള്ള കാര്യങ്ങൾ റിയലൈസേഷൻ എന്താണെന്ന് ഈ ഭൂമി എന്താണെന്നും ഈ അവിടുത്തെ ആൾക്കാർ എന്താണെന്നും പഠിപ്പിക്കാൻ നിങ്ങളുടെ സോൾ തയ്യാറായതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിലോട്ട് എത്തിപ്പെടുന്നതെന്നാണ് കാണാൻ പറ്റുന്നത്. കൂടുതലും അധികം ആൾക്കാർക്ക് ഹിന്ദുസം ആണെന്നുണ്ടെങ്കിൽ ശിവൻ്റെ ആരാധകൻ, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അല്ലെങ്കിൽ ഹിന്ദുവിലും മുസ്ലിമിലും ക്രിസ്ത്യൻ ആണെങ്കിലും ശിവൻ്റെ ഒരു കണക്ഷൻ എനിക്കിവിടെ കാണാൻ പറ്റുന്നു. തേർഡ് ഐ ചക്ര ഭയങ്കരമായിട്ടും ഒരു മദർ എനർജി ഇവിടെ കിട്ടുന്നുണ്ട്. ശിവൻ്റെ ഒരു ആരാധന ഉള്ള വ്യക്തികളായിരിക്കാം കൂടുതലധികം പേരും എന്നീ കാണാൻ പറ്റുന്നുണ്ട്. ഒരു മദർ എനർജി കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ വിഷ്ണുമായ അങ്ങനെയൊക്കെയുള്ള ഒരു എന്താ പറയുക, അങ്ങനെ ഒരു ചാത്തൻ സേവ അങ്ങനെ അതിനെക്കുറിച്ചൊക്കെ അറിയാം എന്നുള്ള വ്യക്തികളായിട്ടും കാണാം. അതിനെക്കുറിച്ചൊക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ അറിയാം എന്നുള്ള വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതിന് ഒരു ട്രസ്റ്റുള്ള വ്യക്തികളായിട്ടും കാണാൻ പറ്റുന്നുണ്ട് എനിക്കിവിടെ. അതേപോലെ തന്നെ നിങ്ങളുടെ സോളിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്രത്തോളം നിങ്ങളെ ക്യൂട്ടാക്കി വെക്കാൻ പറ്റുമോ, എത്രത്തോളം നിങ്ങളെ ആരാധിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എത്രത്തോളം നിങ്ങൾക്കൊരു രാജ്ഞി അല്ലെങ്കിൽ ഒരു രാജാവായിട്ട് ഒരു ഏഞ്ചലാക്കി മാറ്റാൻ പറ്റുമോ, ആ ഒരു സമയമാണ് നിങ്ങളിലോട്ട് നിങ്ങളെ സോൾ കൂടുതലും അടുക്കും. നിങ്ങൾക്ക് വർണ്ണിക്കാൻ പറ്റുന്ന സമയത്ത് നിങ്ങളിലോട്ട് നിങ്ങൾ കൂടുതൽ അടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങളെ കെയർ ചെയ്യുക, നിങ്ങളെ ഇഷ്ടപ്പെടുക, നിങ്ങളെ ലവ് ചെയ്യുക, നിങ്ങളെ ആത്മാവിനെ നിങ്ങൾക്ക് പ്രേമിക്കാം, സ്നേഹിക്കാം.
എന്ന് പറയുന്ന രീതിയിലാണ് നിങ്ങളുടെ സോൾ നിങ്ങൾ കൂടുതലോട്ട് അട്രാക്റ്റഡ് ആവുന്നത്. കാരണം വേറെ ഒരാളെയും നിങ്ങളുടെ ലൈഫിലോട്ട് നിങ്ങളുടെ സോൾ ഇഷ്ടപ്പെടാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ സംഭവം. നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സോളിനേക്കാളും മറ്റൊരാളെ ഇഷ്ടപ്പെടുന്ന സമയത്താണ് നിങ്ങളുടെ സോൾ നിങ്ങൾക്ക് പണി തരുന്നത് പല രീതിക്കും നിങ്ങളുടെ ഉള്ളിലിരുന്നു കൊണ്ട്. ഓക്കെ, അപ്പം അതാണ് നിങ്ങളുടെ സോൾ പറയുന്നത്. കാരണം ഇപ്പം നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് പൊയ്ക്കൊണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് മാറ്റിയിട്ട് നിങ്ങളുടെ പാത്തിലോട്ട് വരിക. നിങ്ങൾക്കിഷ്ടം എന്താണ്, നിങ്ങളുടെ പാത്തിലോട്ട് വരിക. നിങ്ങൾക്ക് കുറേ കാലം പഠിക്കാനുണ്ട്, നിങ്ങൾക്ക് കുറേ അധികം കാര്യങ്ങൾ റിയലൈസ് ചെയ്ത വ്യക്തികളാണ്, നിങ്ങൾ കുറേ അധികം പാഠങ്ങൾ ലിസൺ ചെയ്യുന്ന വ്യക്തികളാണ്. പഴയ കാലത്തിലുള്ള വ്യക്തികളായതുകൊണ്ട് തന്നെ ആ ഒരു എനർജിയും ആൾക്കാരെ തിരിച്ചറിയാനുള്ള റിയലൈസേഷനും ആൾക്കാരെ മനസ്സിലാക്കാനുള്ളതും ചിന്താഗതികൾ കണക്ട് ചെയ്യാനുള്ളതും എല്ലാ രീതിയിലുള്ള സിറ്റുവേഷൻസും പൊരുത്തപ്പെട്ടു പോകാനും ഉള്ള യൂണിവേഴ്സൽ പവർ നിങ്ങളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് എവിടെ ഒരു ഗുരു ഉള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഐ തിങ്ക് നിങ്ങളായിരിക്കാം, നിങ്ങളുടെ സോളായിരിക്കാം നിങ്ങളുടെ ഗുരുവായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾക്ക് എഴുതുന്ന കാര്യങ്ങളിൽ പടം വരയ്ക്കുക, അതേപോലെ തന്നെ എന്താ പറയുക, ഒരു സന്യാസ ജീവിതം, അതേപോലെ തന്നെ എന്താ പറയുക ഒറ്റയ്ക്കിരിക്കുക, അതേപോലെ തന്നെ ആൾക്കാരെ കൂടുതലും എൻ്റർടൈൻ ചെയ്യിപ്പിക്കുക, ആൾക്കാരെ കൂടുതലും സന്തോഷപ്പെടുത്തുന്നതിലൂടെ നിങ്ങളുടെ സോൾ എന്ന് പറഞ്ഞാൽ ഒരു പ്യൂർ സോളാണ്. എത്ര നമ്മൾ പറഞ്ഞാൽ അതൊരു പ്യൂർ സോളാണ്, ഒരു നിഷ്കളങ്കമായ സോളാണ്. നിങ്ങളായിരിക്കാം ഒരു നെഗറ്റീവെങ്കിലും നിങ്ങളുടെ സോൾ ഭയങ്കര നിഷ്കളങ്കമായൊരു സോളായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ആരെടുത്തും ഒരു തെറ്റും ചെയ്യാത്ത ഒരു പാവം സോളായിട്ടാണ് കാണാൻ പറ്റുന്നത്. എല്ലാ കാര്യങ്ങളും അറിയാം, എല്ലാ കളികളും പഠിച്ചൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെ നെഗറ്റിവിറ്റീസിനെ അകറ്റി നിർത്താനും ഈ വ്യക്തികൾക്ക് പറ്റുന്നു എന്നുള്ളൊരു കഴിവ് യൂണിവേഴ്സിൽ ഇവർക്ക് പ്രത്യേകിച്ച് കൊടുത്തൊരു കാര്യമായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. എല്ലാ കാര്യത്തിലും കമ്മിറ്റഡ് ആവും, എല്ലാ കാര്യത്തിലും ഇടപെടും. അതായത് കല്യാണം ഉണ്ടെങ്കിൽ കല്യാണത്തിന് പോകും, എല്ലാവരുടെ സഹജീവികളോട് പെരുമാറാനുള്ളൊരു കഴിവ് നിങ്ങളുടെ സോളിനുള്ളതായിട്ടും കാണാൻ പറ്റുന്നുണ്ട്. അൾട്ടിമേറ്റ് ബ്രില്യൻ്റ് ആണ് നിങ്ങളുടെ സോൾ. നിങ്ങളുടെ സോളിനെ റെസ്പെക്റ്റ് ചെയ്യുക, നിങ്ങളുടെ സോളിനെ ആരാധിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം ഓൾഡ് സോൾ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആരാധിക്കുന്നതിൽ ഒരു കുറ്റവുമില്ല, ആരാധിക്കുക. കാരണം ആരാണ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും ഒരു ഇതാവും, ആ ഒരു സോളിന് അത്രയും പവറുണ്ട്. ഓക്കെ, ആൾക്കാർക്ക് വേണ്ടി ജീവിക്കാണ്ടിരിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാതിരിക്കുക എന്ന് പറയുന്നത് മറ്റുള്ളവരെ സഹായിക്കണം എന്നുള്ള അല്ലെങ്കിൽ സഹായിക്കണ്ട എന്നുള്ളതല്ല, മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്നുള്ളത് മാറ്റി നിർത്തി നിങ്ങളുടെ പാഷൻ, നിങ്ങളുടെ ഷീൽഡ് മാറ്റിയിട്ട് നിങ്ങളായിട്ട് ഇറങ്ങി വന്ന് പ്രവർത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ സോൾ അടിത്തറയിട്ട് പറയുന്നുണ്ട്. നിങ്ങൾക്ക് എന്താണോ ആഗ്രഹം തുറന്ന് പറയുക, തുറന്ന് ചെയ്യുക, എല്ലാം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറയാം. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഒരു ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നീടാക്കി മാറ്റി വെക്കാണ്ടിരിക്കുകയോ അല്ലെങ്കിൽ അത് വേണ്ട എന്നുള്ള തീരുമാനം ആൾക്കാർ എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവൻ എന്ത് ചിന്തിക്കും, ഇവൻ എന്ത് ചിന്തിക്കും എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ തോന്നുന്നു അത് ചെയ്യുക. പാട്ട് പാടാൻ തോന്നിയാൽ പാട്ട് പാടുക, ഡാൻസ് കളിക്കാൻ തോന്നിയാൽ ഡാൻസ് കളിക്കുക, എന്താണോ ചെയ്യാൻ തോന്നുന്നു അത് ചെയ്യുക. അത് ആദ്യമൊന്നും ഒരിക്കലും സക്സസ് ഉണ്ടാവില്ലെങ്കിൽ പോലും പിന്നീട് നിങ്ങൾക്കൊരു സക്സസ് ഉണ്ടാവും. നിങ്ങളുടെ മനസ്സാക്ഷിക്ക് ഒരു കുത്തുണ്ടാവത്തുമില്ല. കാരണം നിങ്ങളുടെ ആഗ്രഹം എന്താണ്, നിങ്ങളുടെ പാഷൻ എന്താണ്, നിങ്ങൾക്ക് ഇഷ്ടം എന്താണ്, സോ അത് എന്ത് തന്നെയായാലും അത് ചെയ്യാൻ നോക്കുക. അതിൽ നശിച്ചു പോകുന്നെങ്കിൽ അങ്ങ് നശിച്ചു പോട്ടെ എന്ന് വിചാരിക്കണം. പക്ഷേ ശരീരത്തിന് കേടോ അല്ലെങ്കിൽ മനസ്സിന് തിന്മയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് ദ്രോഹമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. പോസിറ്റീവായിട്ട് തന്ത്രങ്ങൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതേ കണക്കുള്ള കാര്യങ്ങൾ ചെയ്യുക. ആൾക്കും ഉപദ്രവമുള്ള കാര്യങ്ങൾ ചെയ്യാണ്ടിരിക്കുക മാക്സിമം. നല്ല കാര്യം, നിങ്ങൾക്കിപ്പോൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് ചെയ്യുക. മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് ഡ്രോപ്പ് യുടെ ഷീൽഡൊക്കെ മാറ്റി നിർത്തിയിട്ട് നിങ്ങളിലേക്ക് കടന്നു വരൂ, നിങ്ങൾ എന്താണെന്ന് റിയലൈസ് ചെയ്യുമെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു മടി മാറ്റുക. മടിയുള്ള വ്യക്തികളാണെങ്കിൽ മടി മാറ്റുക. നിങ്ങളുടെ സീഡ് നിങ്ങൾ കണ്ടെത്തുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞു, പക്ഷേ അതിനെ നിങ്ങൾ ഗ്രോ ചെയ്യുക. നിങ്ങളുടെ ഉള്ളിലൊരു ഷീൽഡുണ്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ ഉണ്ട്. ഇപ്പോൾ എനിക്ക് ടാറോട്ട് കാർഡിൽ ഒരു റീഡിങ് ഒരു ഇംപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിൽ അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇതിൽ എന്തൊക്കെ മാറ്റങ്ങളുണ്ട്, ഇതിൽ എന്തൊക്കെ കാർഡ് പുതുതായിട്ട് കൊണ്ടുവരാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ ചേഞ്ചസ് കൊണ്ടുവരാനുള്ളത്. അപ്പോൾ അതേ കണക്ക് ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരാം, നിങ്ങളിൽ എന്തൊക്കെ ചേഞ്ച് കൊണ്ടുവരാൻ പറ്റും, നിങ്ങളുടെ ലൈഫിൽ എന്തൊക്കെ കൊണ്ടുവരാൻ പറ്റും എന്നുള്ളത്. കാരണം ഒരു 100 വർഷമുള്ളൊരു ഭൂമിയിൽ നിങ്ങൾക്ക് ഭൂമിയിൽ 100 വർഷമല്ല, നിങ്ങൾക്ക് ഭൂമിയിൽ 100 വർഷമേ ഉള്ളൂ നമുക്കെല്ലാവർക്കും. അപ്പം അതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ചേഞ്ചസ് നമ്മുടെ ലൈഫിലോട്ട് കൊണ്ടുവരാൻ പറ്റും, മനസ്സുകൊണ്ടായാലും ഹീലിംഗ് കൊണ്ടായാലും ബാക്കിയുള്ളവരെ സഹായിക്കുന്നതായാലും നമുക്ക് വേണ്ടി എങ്ങനെ നമ്മളെ ചേഞ്ച് ആക്കാൻ പറ്റും.
നമ്മുടെ ലൈഫിനെ എങ്ങനെ കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ പറ്റും, ഉയർത്താൻ പറ്റും. മെഡിറ്റേഷൻസ്, യോഗാസ്, ലവ്, കെയറിങ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ സോളിനെ എത്രത്തോളം മെച്ചത്തിൽ കൊണ്ടുവരാൻ പറ്റും, നമുക്ക് എന്തൊക്കെ നമുക്ക് റിയലൈസ് ചെയ്യാൻ പറ്റും, നമുക്ക് എന്തൊക്കെ നമുക്ക് അനുഭവിക്കാൻ പറ്റും ഈ ഭൂമിയിൽ നിന്ന്, എന്തൊക്കെ സുഖങ്ങളുണ്ട്, ആ സുഖങ്ങളെല്ലാം നിങ്ങൾ അനുഭവിക്കുക. സുഖങ്ങൾ ഓവർ ആവാനും പാടില്ല. ഓക്കെ, അപ്പം ഇതൊക്കെ ചെയ്ത് നിങ്ങൾ മുന്നേറുക. ഇതൊക്കെയാണ് നിങ്ങളുടെ സോളിൻ്റെ ആഗ്രഹങ്ങൾ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ മനസ്സിലാവുമെന്ന് ഞാൻ എനിക്ക് വിചാരിക്കുന്നു. ഇതൊക്കെ നിങ്ങളൊന്ന് നന്നായിട്ട് റിയലൈസേഷൻ ചെയ്ത് നിങ്ങളുടെ സോളിനെ നിങ്ങൾ കൂടുതലും അട്രാക്റ്റഡ് ആക്കി അടുപ്പിച്ചതിന് ശേഷം നിങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ നിങ്ങളുടെ സോളിനടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം നിങ്ങളുടെ സോൾ ചെയ്ത് തരും എന്നുള്ളതിന് 100% ഉറപ്പാണ്. നിങ്ങളുടെ സോളിന് മാത്രമേ നിങ്ങൾക്ക് ചെയ്തു തരാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ദൈവം ഇറങ്ങി വന്നിട്ടൊന്നും ആർക്കും ചെയ്ത് തന്നിട്ടുമില്ല, ചെയ്തു തരത്തുമില്ല. നിങ്ങളുടെ ക്രിയേറ്റർ നിങ്ങൾ തന്നെയാണ്. ഭൂമിക്കുള്ള ക്രിയേറ്റർ, യൂണിവേഴ്സിൻ്റെ ക്രിയേറ്റർ വേറെ തന്നെയാണ്. അപ്പം എല്ലാവർക്കും ഓരോരോ ക്രിയേറ്റർ ഉണ്ട്. അതിൻ്റെ എനർജിയാണ് അൾട്ടിമേറ്റ് വലുത്. അപ്പം നമ്മുടെ ക്രിയേറ്റർ എന്ന് വെച്ചാൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അതൊക്കെ ചെയ്യുമ്പോഴത്തേക്കാണ് നമ്മളുടെ അൾട്ടിമേറ്റ് എനർജി ആയിട്ടുള്ള നമ്മളെ ക്രിയേറ്റർ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു തരുന്നത്. ഓക്കെ, അപ്പം നമ്മുടെ ക്രിയേറ്റർ നമ്മളായതുകൊണ്ട് തന്നെ നമ്മളുടെ വിധി, നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് തീരുമാനിക്കാം. പക്ഷേ കർമ്മ എന്ന് പറയുന്ന സാധനം വരുന്നത് കൊണ്ടാണ് ഈ പറയുന്ന വിധി നമുക്ക് തീരുമാനിക്കാൻ പറ്റാണ്ട് പോകുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ റിയലൈസേഷൻ ചെയ്ത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ പെരുമാറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതലും ഉയർച്ചയിലോട്ട് എത്താൻ പറ്റും. ബാക്കിയുള്ളവരെക്കാളും മുന്നേ മെച്ചപ്പെട്ട ജീവിതം ശൈലി നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റും. നിങ്ങൾക്ക് നിങ്ങളായിട്ട് ജീവിക്കാൻ പറ്റും. മനസ്സമാധാനം ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങളുടെ സോളിനെ നിങ്ങൾ കൂടുതൽ തിരിച്ചറിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് ലൈഫിൽ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. ഇതിന് പുറമായിരിക്കും പേഴ്സൻ്റെ ഒരു താല്പര്യമുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോട്ട് കാണാം.